ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആയുസ് കുറഞ്ഞത് 60 വർഷമെങ്കിലും കിട്ടുമെന്നാണ്. എന്നാൽ നമ്മൾ അറിയാതെ പോകുന്ന ചില നിർമ്മാണ പിഴവുകൾ കാരണം വെറും 15-20 വർഷം കൊണ്ട് സ്ലാബ് കോൺക്രീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് താഴേക്ക് വീഴുന്ന അവസ്ഥയുണ്ടായാലോ? നമ്മൾ ഒരുപാട് പണം മുടക്കി പണിയുന്ന വീടിന്റെ ആയുസ് പകുതിയിലധികമായി കുറയ്ക്കുന്ന സൈറ്റുകളിൽ സ്ഥിരമായി കാണാറുള്ള തെറ്റിലേക്കാണ് ഇന്ന് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. സ്ലാബിന്റെ ക്രാങ്ക് കൊടുക്കുന്ന ഭാഗത്ത്, അതായത് സപ്പോർട്ടുകൾക്കടുത്തുള്ള L4 ഏരിയയിൽ മുകളിലെയും താഴത്തെയും കമ്പികൾക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ പലർക്കുമുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്. മുകളിലെയും താഴത്തെയും കമ്പികൾ തമ്മിലുള്ള മൊത്ത സ്പേസിംഗ് ആണ് പലരും കണക്കുകൂട്ടുന്നത്. ഉദാഹരണത്തിന്, ഡിസൈൻ പ്രകാരം 15 സെന്റിമീറ്റർ സ്പേസിംഗ് ആണ് നൽകേണ്ടതെങ്കിൽ മേസ്തിരിമാർ മുകളിലെ കമ്പിക്ക് 30 സെന്റിമീറ്റർ, താഴത്തെ കമ്പിക്ക് 30 സെന്റിമീറ്റർ എന്നിങ്ങനെ മാറി മാറി വരും വിധം ആകെ സ്പേസിംഗ് 15 സെന്റിമീറ്ററാക്കി അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ടോപ്പ് ലെയർ മാത്രം എടുത്തു നോക്കിയാൽ അവിടെ സ്പേസിംഗ് 30 സെന്റിമീറ്ററായി ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? സ്ലാബിന്റെ മുകൾ ഭാഗത്തു വരാവുന്ന നെഗറ്റീവ് ബെൻഡിംഗ് മൊമെന്റിനെ പ്രതിരോധിക്കാൻ ആവശ്യത്തിന് കമ്പികൾ അവിടെ ഉണ്ടാകില്ല. ഇത് കാലക്രമേണ സ്ലാബ് താഴേക്ക് വളയാനും ഡിഫ്ലക്ഷൻ 15 മുതൽ 20 വർഷങ്ങൾക്കുള്ളിൽ തന്നെ കോൺക്രീറ്റ് പൊട്ടിക്കഷണങ്ങളായി താഴേക്ക് വീഴാനും കാരണമാകും. 60 വർഷം നിലനിൽക്കേണ്ട ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ വെറും 20 വർഷം കൊണ്ട് പൊളിച്ചു മാറ്റേണ്ടി വരുമ്പോൾ ഒരു സാധാരണക്കാരനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എത്രത്തോളമാണെന്ന് ചിന്തിച്ചു നോക്കൂ. നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മാത്രം ഈ പ്രശ്നം പുറത്തുവരുന്നതുകൊണ്ടാണ് തൊഴിലാളികൾക്കോ കോൺട്രാക്ടർമാർക്കോ ഇത് ഒരു തെറ്റായി മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അങ്ങനെയെങ്കിൽ എന്താണ് ഇതിന്റെ ശരിയായ രീതി? സ്ലാബിൽ എവിടെയാണോ ക്രാങ്ക് വരുന്നത് അവിടെ മുകളിലെ കമ്പിയിലും താഴത്തെ കമ്പിയിലും സ്ലാബിന് നിശ്ചയിച്ചിട്ടുള്ള അതേ സ്പേസിംഗ് തന്നെ വെവ്വേറെ നൽകണം. അതായത് 15 സെന്റിമീറ്ററാണ് സ്പേസിംഗ് എങ്കിൽ ക്രാങ്കിന്റെ ടോപ്പ് കമ്പിയിലും 15 സെന്റിമീറ്റർ, ബോട്ടം കമ്പിയിലും 15 സെന്റിമീറ്റർ സ്പേസിംഗ് ഉറപ്പാക്കണം. അപ്പോൾ ഈ രണ്ട് കമ്പികളും ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ആ ഭാഗത്ത് ഫലത്തിൽ സ്പേസിംഗ് 7.5 സെന്റിമീറ്ററായി ചുരുങ്ങും. ഇങ്ങനെ ക്രാങ്ക് ചെയ്ത സൈഡ് ഭാഗങ്ങളിൽ അധികമായി റീൻഫോഴ്സ്മെന്റ് നൽകിയാൽ മാത്രമേ അത് സ്ലാബിന്റെ മധ്യഭാഗത്തെപ്പോലും ശക്തമായി വലിച്ചു പിടിച്ച് നിർത്തുകയുള്ളൂ. സ്ലാബിന് പൂർണ്ണമായ ആയുസ് ലഭിക്കുകയുള്ളൂ.